ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് അതിലാണ് ഇന്നത്തെ യാത്ര. എൻ്റെ സുഹൃത്തുക്കളാണിത്. ഇത് സണ്ണിയേട്ടൻ, മറ്റേത് ഏലിയാസേട്ടൻ, ബാബു കൊള്ളന്നൂർ. ഞങ്ങൾ നാലുപേരും കൂടി ഈ ദർഗയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുത്തെ ഒരു സ്ട്രീറ്റിലൂടെയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തു നിന്ന് രണ്ട് സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു, ഈ വലിയ വണ്ടി ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഒന്നെങ്കിൽ നടക്കണം, 2-3 കിലോമീറ്റർ ഉണ്ട് പാർക്കിംഗ് വേറെ അവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ വണ്ടി കൊടുത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ്. ഇവിടെ എല്ലാം ബ്ലോക്കാണ്. ബ്ലോക്കും കഴിഞ്ഞ് ഈ സ്ട്രീറ്റിൽ കൂടെ പോവാണ്. സ്ട്രീറ്റിന് ഇരുവശവും ധാരാളം ഈ പള്ളിയിലേക്ക് വന്ന സുഹൃത്തുക്കളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും വിശ്വാസികളും എല്ലാം തന്നെ ഈ സ്ട്രീറ്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിൽ ധാരാളം സന്ദർശകർ എത്തുന്നത് കാരണം ഈ പ്രദേശത്തെ ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നല്ല തിരക്കുമുണ്ട്. ഈ റോഡിന് ഇരുവശത്തുമുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ ദർഗയിലേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൂക്കൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. സ്വീറ്റ്സ്, ധാരാളം സ്വീറ്റ്സ് ഉള്ള ഒരു വിൽപ്പന നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. അതിൽ അജ്മീരിലും നല്ലപോലെ സ്വീറ്റ്സ് ഒക്കെയുള്ള വലിയ കടകളുണ്ട്. ഇവിടുത്തെ വ്യത്യസ്തമായ സ്വീറ്റ്സുകൾ ധാരാളം നമുക്ക് ഇവിടുന്ന് ലഭിക്കും. പിന്നെ ബാഗ് കടകൾ, തുണിക്കടകൾ, രാജസ്ഥാനി വസ്ത്രങ്ങൾ, രാജസ്ഥാനി കരകൗശല വസ്തുക്കളെല്ലാം വിൽക്കുന്ന ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര. യാത്രയിൽ ഉടനോളം തന്നെ ഈ ഗൈഡുകൾ, അതായത് ഇത് കാണിച്ചു തരാം, ദർഗയുടെ ഉള്ളു കാണിച്ചു തരാം, ദർഗയെ പറ്റി വിശദീകരിക്കാം എന്നെല്ലാം പറഞ്ഞ് ഗൈഡുകളും നമ്മോടൊപ്പം തന്നെ കൂടുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ അവരെയൊന്നും വിളിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഏത് പ്രദേശത്ത് ചെന്നാലും അവിടുത്തെ ഗൈഡുകളെ കൂട്ടുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഈ ദർഗയിലേക്ക് വന്നേക്കണ കാരണം, അജ്മീർ ഷെരീഫ് ദർഗ ഇവിടേക്ക് വന്നേക്കണ കാരണം ഗൈഡിന്റെ ആവശ്യം വന്നില്ല. ഇദ്ദേഹം ഞങ്ങളെ കൈയൊക്കെ കാണിച്ച്, ഇതാണ് ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷക്കാരൻ, ഇദ്ദേഹം ഒരു ഗൈഡാണ്. ഞങ്ങൾക്ക് അപ്പോൾ കൈയൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങളൊരു സ്നേഹത്വം കൊണ്ടാണ്, ടൂറിസ്റ്റ് ആയ കാരണമാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹവും ഒരു ഗൈഡാണ്. ഞങ്ങൾ പിന്നാലെ തന്നെ അദ്ദേഹവും കൂടിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് വേണ്ട എന്ന് പറഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് കുറച്ച് ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതിൽ ഞങ്ങൾ നടക്കുകയാണ്. ആ മുന്നിൽ സ്കൂട്ടറിൽ പോകുന്ന ആളാണ് ഞങ്ങളുടെ ഗൈഡായി വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ നേരത്തെ കണ്ട അതേ തന്നെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇടയിൽ കൂടെ ഞങ്ങൾ വീണ്ടും യാത്രയാണ്. ഇപ്പോഴും ഇവിടങ്ങളിലെല്ലാം ഈ പോക്കറ്റ് റോട്ടിൽ കൂടെ പോകാൻ ആൾ വലിക്കുന്ന സൈക്കിൾ റിക്ഷകൾ, ആൾക്കാരെ ചവിട്ടിക്കൊണ്ടു പോകുന്ന സൈക്കിൾ റിക്ഷകളും ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് പോലുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മിക്ക പട്ടണങ്ങളിലും ഉള്ളത്. തിരക്കേറിയ റോഡുകളിലൂടെ എല്ലാം കൊണ്ടുപോകാൻ പറ്റിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ്. ധാരാളം വിശ്വാസികളും ടൂറിസ്റ്റുകളും എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ മുന്നിലേക്കുള്ള യാത്രയിലാണ്. അജ്മീരിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ ഇന്ത്യയിലെ ഏറ്റവും പവിത്രവുമായ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് രാജസ്ഥാനിലെ അജ്മീർ ദർഗ ഷെരീഫ് എന്നറിയപ്പെടുന്ന ഈ പള്ളി. ഈ സ്ട്രീറ്റിലേക്ക് കടന്നപ്പോഴും ഇവിടെയും ധാരാളം മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലുമുള്ളത്. രാജസ്ഥാനിലെ തനതായ മധുരപലഹാരങ്ങൾ ധാരാളമുണ്ട്. നല്ല വൃത്തിയിലും അതുപോലെ തന്നെ കൊതിപ്പിക്കുന്നതുമായ നല്ല പോലെയുള്ള പലഹാരങ്ങൾ. അതിൽ കപ്പലണ്ടി കൊണ്ടുണ്ടാക്കിയ കപ്പലണ്ടി മിഠായികളുടെ പല വെറൈറ്റികൾ, അതുപോലെ ഒത്തിരി നമ്മൾ മലയാളികൾ കേൾക്കാത്ത അത്ര ഒത്തിരി വെറൈറ്റി മധുരപലഹാരങ്ങളുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൈഡ്. ആ ഗൈഡ് പിന്നെ വീണ്ടും ഞങ്ങളൊപ്പം കൂടിയേക്കാണ്. കാണിച്ചു തരാം, പള്ളിയുടെ ഉള്ളിൽ കാണിച്ചു തരാം, എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാമെന്നെല്ലാം. ഇതൊക്കെ ഞങ്ങൾ 2-3 പ്രാവശ്യം ഗൈഡിന് ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. പക്ഷെ വീണ്ടും ഞങ്ങളൊപ്പം തന്നെ കൂടിയേക്കാണ്. ഇവിടെ അവിടേക്കുള്ള പൂജയ്ക്കുള്ള, അവിടെ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലവറുകളാണ്. ഇപ്പോൾ ഞങ്ങൾ അയാളോട് തീർത്തും പറഞ്ഞു, ഞങ്ങൾക്ക് ഗൈഡിന് ആവശ്യമില്ല,
ഞങ്ങൾ തന്നെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പള്ളിയുടെ കവാടമായി പള്ളിയുടെ അകത്തേക്ക് കടക്കാനുള്ള ഇവിടെ വെച്ച് നമ്മൾ ഈ സൈഡിൽ ആൾക്കാർ നിൽക്കുന്നിടത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ പള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ പേർഷ്യയിൽ നിന്നുള്ള സൂഫി സന്യാസിയായ ഖ്വാജാ മൊയിൻ ഉദ്ദീൻ ചിഷ്തി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾക്കായി ഇവിടെ സന്ദർശനം നടത്താം എന്നുള്ളതാണ്. ഇതാണ് പള്ളിയുടെ അകം. ഇവിടെയും ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം അവിടേക്കുള്ള നേർച്ച അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. പുഷ്പങ്ങളും മറ്റുള്ള സംവിധാനങ്ങളുമെല്ലാം. എന്തെല്ലാം പൂജ അർപ്പിക്കുന്നു എന്ന് നമുക്കത്ര കൃത്യമായി അറിയില്ല. അപ്പോൾ ഇവിടെയും ധാരാളം സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾക്കായും ഇവിടെ പ്രവേശിക്കാം. സ്ത്രീയും പുരുഷനും എല്ലാവർക്കും ഇവിടെ വിവേചനമില്ലാതെ ഇതിനകത്ത് കടക്കാം. ഈ ഖ്വാജാ മൊയിൻ ഉദ്ദീൻ ചിഷ്തി താൻ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹം ലോകസഞ്ചാരത്തിനിടെ ലാഹോർ വഴി അജ്മീരിലെത്തി എന്നും വിശ്വസിക്കപ്പെടുന്നു. 1192 മുതൽ 1236 AD-യിലാണ് അദ്ദേഹം മരിക്കുന്നത് വരെ ഇവിടം അദ്ദേഹം താമസമാക്കി. ഈ വിശുദ്ധന്റെ ബഹുമാനാർത്ഥം മുഗൾ രാജാവായ ഹുമയൂൺ രാജാവാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ഇന്ന് ദേവാലയത്തിൽ ധാരാളം വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം കാണാം. ഈ വിശുദ്ധന്റെ ശവകുടീരം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ വെള്ളിയിൽ നിർമ്മിച്ച വാതിൽ കടന്ന് മാർബിളും സ്വർണവും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ ശവകുടീരം നമുക്കിവിടെ കാണാൻ പറ്റും. അതിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഇടയ്ക്കത് അടച്ചിടും, പിന്നീട് ഇത് തുറക്കും. എങ്ങനെയാണ്? അതുകൊണ്ട് തുറന്ന് അതിനുള്ളിൽ കാണിക്കുന്നത് വരെ വിശ്വാസികളെല്ലാം പുറമെ വന്നിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് തുറന്ന് ഇതിൽ വിശ്വാസികളെ ഇതിലേക്ക് പ്രാർത്ഥിക്കാനുമൊക്കെ വേണ്ടി ഇതിനകത്തേക്ക് കടത്തിയിരിക്കും. ഈ നേരെ കാണുന്ന ഈ ലൈറ്റൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ആ നേരെ കാണുന്ന അതിൻ്റെ അകത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഒരു സ്വർണം പൂശിയ തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത്. അത് അകത്തേക്ക് നമുക്ക് ക്യാമറ പ്രവേശനമില്ല. അപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് മുഴുവൻ എല്ലാവരും ഇതിന് പുറത്തു നിന്ന് വീഡിയോ പകർത്തുന്നുണ്ട്, മൊബൈലിലും മറ്റും. പക്ഷെ അകത്തേക്ക് അവർ കടത്തില്ല. ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞാനും ക്യാമറ മറ്റു സൈഡിലേക്ക് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അക്ബർ ചക്രവർത്തി എല്ലാ വർഷവും അന്ന് കാലത്ത് അജ്മീറിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഷാജഹാൻ ചക്രവർത്തിയും ഇവിടെ പല പണികളും ഈ പള്ളിയിൽ നടത്തിയതായി ചരിത്രം പറയുന്നു. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും പ്രാർത്ഥനയുടെയും അന്തരീക്ഷമുള്ള ഇവിടം എല്ലാ ദിവസങ്ങളിലും സന്ദർശകരാൽ തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വിശ്വാസികൾ പൂക്കളും അതുപോലെ മറ്റും ചാദറും ഡെക്സും മറ്റും ഇവിടെ സമർപ്പിക്കുന്നു. അതുപോലെ അധസ്ഥിതികരുടെയും നിർഭാഗ്യവാന്മാരുടെയും സേവനത്തിനും ഉന്നമനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചുവെന്നും തൻ്റെ അവസാന നാളുകളിൽ പ്രാർത്ഥിക്കുന്നതിനായി ഒരു മുറിയിൽ 6 ദിവസം മുറി പൂട്ടിയിട്ട് തൻ്റെ മൃതശരീരം ഉപേക്ഷിച്ചതായും അദ്ദേഹം സ്വർഗീയ വാസസ്ഥലത്തേക്ക് പോയുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉൾഭാഗങ്ങളെല്ലാം സന്ദർശിച്ച് അവിടെയുള്ള പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ചിട്ടകളും കണ്ട് ഇതിലേ നടക്കുകയാണ്. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മെയ് മാസത്തിലാണ്. അന്നാണ് ചിഷ്തിയുടെ വാർഷിക ഉർസ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും ആകർഷകമായ സമയമാണിത്. ഇതിവിടുത്തെ ഒരു ആചാരമാണ്. വലിയൊരു
ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന വഴിപാടുകൾ, പൈസയായാലും മറ്റും അതിലേക്ക് നിക്ഷേപിക്കാവുന്ന വലിയൊരു ചെമ്പും കൊണ്ടുണ്ടാക്കിയ വലിയൊരു പാത്രം. അതിൽ വിശ്വാസികളെല്ലാം അവർ കൊണ്ടുവന്ന കാണിക്കകൾ സമർപ്പിക്കുന്നുമുണ്ട്. ഈ ഉർസ് നടക്കുന്ന സമയം ഇവിടെ വളരെയധികം തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഗീർ എന്ന ഒരു മധുരപലഹാരം ഭക്തർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങളും അത് മേടിച്ചു. നല്ല മധുരമുള്ള നെയ്യിൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥം, അതും ഇവിടെ എല്ലാവർക്കും വിളമ്പുന്നുണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്ന് എത്തിച്ചേരാൻ വേണ്ടി അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ മുംബൈ ഡൽഹി റൂട്ടിലുള്ള ഒരുവിധ എല്ലാ ട്രെയിനുകളും അവിടെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നിന്നെല്ലാം നമുക്ക് വേഗം തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ട്രെയിൻ സംവിധാനമുള്ളതാണ്. ഇതവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇതിലെ കൂടെ ഞങ്ങൾ ഇന്ന് ഈ പള്ളിയുടെ വിശേഷങ്ങളും അറിഞ്ഞ് ഇതിലെ നടക്കുകയാണ്. പള്ളിയിൽ നടക്കുന്ന ഈ ദുആ പ്രാർത്ഥനയും കണ്ട് ഇതിലുള്ള വിശേഷങ്ങളും അറിഞ്ഞ് ഇവിടുത്തെ തിരക്കിൽ അലിഞ്ഞു ചേർന്ന് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഇതിലെ നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ വിശുദ്ധനെ വെച്ച കബറിടം കാണാനുള്ള ഒരുക്കത്തിലാണ്. ഈ തിരക്ക് കാണുന്ന ഇത് നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. നമുക്ക് വരിയായാണ് ഇതിലേക്ക് ആൾക്കാരെ പ്രവേശിക്കുന്നത്. ഈ നേരെ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കബറിടം. ഈ കബറിടത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം തടിച്ചുകൂടി അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉള്ളിൽ കയറിയാൽ എല്ലാവരും ഈ കബറിടത്തിന്മേൽ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും കരഞ്ഞും വളരെയധികം ഭക്തിയോടുകൂടിയാണ് അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ കാണാനുള്ളത്. ഞാൻ നേരത്തെ ഒരു തവണ കടന്ന് തിരിച്ചു വന്നപ്പോൾ വീണ്ടും തുറന്നിരിക്കുന്നു. ഇവിടെ ധാരാളം ജനങ്ങൾ ഇതിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. ഈ കാഴ്ചകളോടുകൂടി ഇന്ന് ഈ അജ്മീർ ദർഗയിലെ വിശേഷങ്ങളും അറിഞ്ഞ് നമ്മൾ ഇതെല്ലാം കണ്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.